Yes, good morning, all. So, today we are going to recite a beautiful poem written by Edgar Guest. The title of this poem is Good Books. അല്ലേ നമ്മൾ ഇന്ന് 4ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ പുതിയൊരു പോയം ഗുഡ് ബുക്സ് നമ്മൾ നോക്കാം. ഹിയർ വി ഗോ. Good books. Good books are friendly things to own. If you are busy, they will wait. They will not call you on the phone or wake you if the hour is late. They stand together row by row on the low shelf or the high. But if you are lonesome, this you know, you have a friend or two nearby. The fellowship of book is real. They are never noisy when you are still. They won't disturb you at your meal. They will comfort you when you are ill. The lonesome hours they will always share. It's like you they will not complain. And though for them you have ceased to care, the constant friends they will still remain. അല്ലേ, വളരെ മനോഹരമായൊരു കവിതയാണ്, പോമാണ്. ഗുഡ് ബുക്സ് ആർ ഫ്രണ്ട്ലി തിങ്സ് ടു ഓൺ. നമുക്ക് ഫ്രണ്ട്സ് ആക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ആളുകളാണ് നമ്മൾ ഗുഡ് ഫ്രണ്ട്സ്, അല്ലേ, നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്. സോ ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. നമ്മൾ എത്ര ബിസി ആയാലും നമ്മളെ അവർ കാത്തിരിക്കും. ദേ വിൽ നോട്ട് കോൾ യു ഓൺ ദ ഫോൺ, അല്ലേ, നമ്മളൊരിക്കലും നമ്മുടെ ഒരു ഫോണിലേക്കൊക്കെ വിളിച്ച് അവർ ശല്യപ്പെടുത്തുകയോ നമ്മളൊന്നും ചെയ്യില്ല. ഓ വേക്ക് യു ഇഫ് ദ ഹവർ ഇസ് ലേറ്റ്, നമ്മൾ എത്ര ലേറ്റ് ആയാലും നമ്മൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും അവരുണ്ടാക്കില്ല. They stand together row by row upon the low shelf or the high. അല്ലേ, അവരെവിടെയാണോ അവരെ നമ്മൾ സൂക്ഷിച്ചത്, നമ്മളിപ്പോൾ ഷെൽഫിലായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചത്, അവരവിടെ ഇങ്ങനെ റോ ബൈ റോ ആയിട്ട് അങ്ങനെ നമ്മളെയും വെയിറ്റ് ചെയ്ത് എപ്പോഴും ഇരിക്കും, അല്ലേ. ബട്ട് ഇഫ് യു ആർ ലോൺസം ദിസ് യു നോ, അല്ലേ. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് നമുക്ക് കൂട്ടായിട്ട് ആരുണ്ടാവും, അല്ലേ. യു ഹാവ് എ ഫ്രണ്ട് ഓർ ടു നിയർ ബൈ, അല്ലേ. 1-2 പുസ്തകങ്ങളൊക്കെ എപ്പോഴും നമുക്ക് കൂട്ടായിട്ട് നമുക്ക് ചുറ്റും ഉണ്ടാവും. ദ ഫെലോഷിപ്പ് ഓഫ് ബുക്ക് ഈസ് റിയൽ, അല്ലേ. നമ്മുടെ ഈ ബുക്സുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് റിയലാണ്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലതൊന്നും റിയൽ ആയിരിക്കില്ല. പക്ഷേ ഒരിക്കലും നമ്മളൊരു പുസ്തകം, ഒരു ബുക്ക് നമ്മൾ ഒരിക്കലും ചതിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയും, അല്ലേ. ദേ ആർ നെവർ നോയ്സി വെൻ യു ആർ സ്റ്റിൽ, അല്ലേ. അവരൊരിക്കലും നമ്മളെ ശബ്ദം വെച്ച് അല്ലെങ്കിൽ ഒച്ച വെച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. ദേ വോണ്ട് ഡിസ്റ്റർബ് യു അറ്റ് യുവർ മീൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല, അല്ലേ. നമുക്കൊരു ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ് പുസ്തകത്തിന് പകരം ഫോണായിരിക്കും. ഈ ഫോണിൻ്റെ കുഴപ്പം എന്താണ്, അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യും, അല്ലെ നമ്മൾ കളിക്കുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ ഫോൺ റിങ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഡിസ്റ്റർബൻസ് ആണ്. ആ രീതിയിൽ നമ്മളെ പുസ്തകങ്ങൾ, ബുക്സ് ഒരിക്കലും ദേ വിൽ നെവർ ഡിസ്റ്റർബ് യു, അല്ലേ. ഒരിക്കലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. ദേ വിൽ കംഫർട്ട് യു വെൻ യു ആർ ഇൽ. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം, ആ ഒരു വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ ദേ വിൽ കംഫേർട്ട് അസ്, നമ്മളെ കംഫേർട്ടാക്കും. മീൻസ് നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മളൊരു പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ വി വിൽ ഫീൽ വെരി ഫ്രീ, അല്ലേ. നമുക്ക് നല്ലൊരു കംഫേർട്ട് തോന്നും. ദ ലോൺസം ഹൗസ് ദേ വിൽ ഓൾവേസ് ഷെയർ, അല്ലേ. ഒറ്റയ്ക്കുള്ള സമയമൊക്കെ നമ്മളോടൊപ്പം അവർ ചിലവഴിച്ച് നമ്മളുടെ ആ ഒരു മടുപ്പ്, നമ്മളെ ആ ഒരു മൂകതയൊക്കെ അവർ നമ്മളോടൊപ്പം ഷെയർ ചെയ്യും, അല്ലേ. നമ്മളെ നല്ല രീതിയിൽ കംഫേർട്ടാക്കും. വെൻ സ്ലൈറ്റഡ് ദേ വിൽ നോട്ട് കംപ്ലെയിൻ, അല്ലേ. നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്താലും, സ്ലൈറ്റഡ് മീൻസ് ഇൻസൾട്ട് ചെയ്യുക, അല്ലേ. ഇൻസൾട്ട് ചെയ്താലും ദേ വിൽ നോട്ട് കംപ്ലെയിൻ, അവരൊരിക്കലും കംപ്ലയിൻറ്റ് പറയില്ല. അതാണ് പുസ്തകത്തിൻ്റെ ഗുണം, അല്ലേ. നമ്മളവരെ മൈൻഡ് ചെയ്തില്ലെങ്കിലും നമ്മളവരെ വഴക്ക് പറഞ്ഞാലും ഒന്നും അവർ കംപ്ലയിൻറ്റ് പറയില്ല. ദേ വിൽ ഓൾവേസ് വിത്ത് അസ്, നമ്മളോട് എപ്പോഴും അവരുണ്ടാവും. ആൻഡ് ദോ ഫോർ ദം യു ഹാവ് സീസൺ ടു കെയർ യുവർ കോൺസ്റ്റൻറ്റ് ഫ്രണ്ട്സ് ദേ വിൽ സ്റ്റിൽ റിമെയിൻ, അല്ലേ. നമ്മൾ അവരോടുള്ള കെയറൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പുസ്തകങ്ങളെ നോക്കുന്നില്ല, പുസ്തകങ്ങളെ പൊതിയിടുന്നില്ല, അവരെ തുറന്നു നോക്കുന്നില്ല, ഇങ്ങനെ അവരെ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിലും സ്റ്റിൽ യുവർ കോൺസ്റ്റൻറ്റ് ഫ്രണ്ട്സ് ദേ വിൽ സ്റ്റിൽ റിമെയിൻ, അവരെപ്പോഴും നമ്മളെ ഫ്രണ്ട്സായിട്ട് തന്നെ നിൽക്കും. ചില കൂട്ടുകാരുണ്ട്, നമ്മൾ കുറച്ച് ദിവസം വിളിച്ചില്ലെങ്കിൽ, മിണ്ടിയില്ലെങ്കിൽ, കണ്ടിട്ട് നമ്മൾ ഹായ് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, പിന്നെ മിണ്ടില്ല, അല്ലേ. പക്ഷേ പുസ്തകങ്ങൾ അങ്ങനെയാണോ? അങ്ങനെയല്ല. നമ്മളിപ്പോൾ അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിലും കുറേ കാലത്തിന് ശേഷം തുറന്നാലും, ഒരു വർഷത്തിന് ശേഷം തുറന്നാലും ദേ വിൽ ഓൾവേസ് ബി ദെയർ, അവരെപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. സ്റ്റിൽ നമ്മൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ അവരുണ്ടാവും. So this is about this beautiful poem, Good Books. It is written by Edgar Guest. So
എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പോയം തന്നെയാണ്. സോ താങ്ക് യു ഓൾ.